നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ MLA സമ്പൂർണ്ണ പരാജയമാണെന്ന് മുൻ MLA എൽദോ എബ്രഹാം. മൂവാറ്റുപുഴയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്നും ബജറ്റ് നിരാശാജനകമാണെന്നും മുൻ MLA. മൂവാറ്റുപുഴയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്ന് മുൻ MLA എൽദോ എബ്രഹാം. ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന റിംഗ് റോഡുകൾ, നഗരഗതാഗതം സുഗമമാക്കുന്നതിനായി കച്ചേരിത്താഴത്ത് പുഴയ്ക്കു കുറുകെ പാലം, ജനറൽ ആശുപത്രി വികസനം, KSRTC ബസ് സ്റ്റാൻഡിന്റെ പൂർത്തീകരണം, മണ്ഡലത്തിലെ PWD റോഡുകളുടെ വികസനം ഉൾപ്പെടെ യാതൊന്നും വാങ്ങിയെടുക്കാൻ മാത്യു കുഴൽനാടൻ MLAക്ക് കഴിഞ്ഞില്ലെന്നും ജില്ലയുടെ കാർഷിക മേഖലയുടെ തലസ്ഥാനമാണെന്ന് വിശേഷിപ്പിക്കുന്ന മൂവാറ്റുപുഴയിലെ കർഷകർക്ക് ആശ്വാസമേകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനോ MLA ശ്രമിച്ചിട്ടില്ല. കഴിഞ്ഞ 2021-22, 2022-23, 2023-24 സാമ്പത്തിക വർഷത്തിലെ 3 ബജറ്റുകൾ വഴി മൂവാറ്റുപുഴയ്ക്ക് ആകെ ലഭിച്ചത് 16 കോടി രൂപ മാത്രമാണ്. മൂവാറ്റുപുഴയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള ഒരു പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിക്കാത്തത് തീർത്തും നിരാശാജനകമാണെന്നും എൽദോ എബ്രഹാം പറഞ്ഞു. മൂവാറ്റുപുഴയുടെ പ്രിയപ്പെട്ട MLA ശ്രീ മാത്യു കുഴൽനാടൻ, അദ്ദേഹം ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിവിധ മേഖലകൾ പരിശോധിക്കുമ്പോൾ മൂവാറ്റുപുഴയ്ക്ക് ഉതകുന്ന വികസന പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാർഷിക മേഖലയുടെ എറണാകുളം ജില്ലയുടെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന മൂവാറ്റുപുഴയ്ക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനോ ആവിഷ്കരിക്കുന്നതിനോ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനോ MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ബജറ്റ് പരിശോധിക്കുമ്പോൾ ബോധ്യമാവുകയാണ്. മൂവാറ്റുപുഴയുടെ മണ്ഡലത്തിൽ, ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 2 പ്രോജക്റ്റുകൾക്ക് ആകെ അനുവദിച്ച തുക 5 കോടി 10 ലക്ഷം രൂപ മാത്രമാണ്. 2 റോഡുകൾക്ക് വേണ്ടിയിട്ടാണ് പണം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ മൂവാറ്റുപുഴയിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയും ഈ ബജറ്റിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് തീർത്തും നിരാശ ജനങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പൂർത്തീകരണം സംബന്ധിച്ച് ബജറ്റിനകത്ത് യാതൊരുവിധ പരാമർശവും ഉണ്ടായിട്ടില്ല. പൈനാപ്പിൾ കർഷകർ ഉള്ള 10,000-കണക്കിന് പൈനാപ്പിൾ കർഷകരുള്ള ഈ മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന വിശാലമായ പ്രദേശത്തിന് ഈ ബജറ്റിനകത്ത് ഏതെങ്കിലും പരിഗണന നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലൊന്നാണ് ജനറൽ ആശുപത്രി. ഈ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയാ പൈസ അനുവദിപ്പിക്കുന്നതിന് MLAക്ക് സാധിച്ചിട്ടില്ല. മൂവാറ്റുപുഴയുടെ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഗ്രഹത്തിന് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉണർവ് പകരുന്ന ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ ബജറ്റിലില്ല. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന പ്രഖ്യാപനവുമായി അധികാരത്തിലേറിയ MLAക്ക് മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ തുടരുന്നതിൽ വീഴ്ച വരുത്തിയെന്നും മൂവാറ്റുപുഴ MLA സമ്പൂർണ്ണ പരാജയമാണെന്നും മുൻ MLA എൽദോ എബ്രഹാം പറഞ്ഞു. 2021-22 ബജറ്റ്, 2022-23, 23-24, ഇന്നലെ അവതരിപ്പിച്ച 2024-25 ഈ ബജറ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക മൂവാറ്റുപുഴയ്ക്ക് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ മാത്യു കുഴൽനാടൻ MLAക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സമ്പൂർണ്ണ പരാജയമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന ആശയമായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ശ്രീ മാത്യു കുഴൽനാടനും അതോടൊപ്പം UDF നേതൃത്വവും പറഞ്ഞത്. പക്ഷേ മൂവാറ്റുപുഴയിൽ മികച്ചത് എന്ന് പറയാൻ പറ്റുന്ന ഒരു പദ്ധതിയും മൂവാറ്റുപുഴയ്ക്ക് വന്നില്ല. ഒരു ചില്ലി പൈസ മൂവാറ്റുപുഴയ്ക്ക് വന്നിട്ടില്ല. ഒരു കല്ലെടുത്ത് വെച്ചിട്ടില്ല. മൂവാറ്റുപുഴയ്ക്ക് പദ്ധതികൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് ബജറ്റ് സംഗ്രഹത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നും എൽദോ എബ്രഹാം. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും 24 മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ്. MA ഹോളിഡേയ്സ്, യാസ് കോംപ്ലക്സ്, മൂവാറ്റുപുഴ.